Welcome to SJA Square Academy. SCRT, CATET, LPST, UPST based maths booklet. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളുടെ LCM. ഭിന്നസംഖ്യകളുടെ LCM is equal to അംശങ്ങളുടെ LCM by ഛേദങ്ങളുടെ HCF ആണ്. ഫോർമുല പഠിക്കണം. ഇനി പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ 3/4, 1/2, 5/4 ഇവയുടെ LCM. എന്താണ് ഫോർമുല? ഭിന്നസംഖ്യകളുടെ LCM is equal to അംശങ്ങളുടെ LCM by ഛേദങ്ങളുടെ HCF ആണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അംശങ്ങളുടെ LCM കാണണം. ഏതാണ് ഈ അംശങ്ങള്? 3, 1, 5 ആണ്. ഇവയുടെ LCM കാണണം. അപ്പൊ ഇതില് പൊതുഘടകങ്ങളില്ല. 3, 1, 5 ആണ്. അപ്പൊ ഡയറക്റ്റ് ഗുണിച്ചാൽ മതി. LCM is equal to 3 into 1 into 5 is equal to 15 ആണ്. ഇനി ഛേദങ്ങളുടെ HCF. ഇനി ഛേദങ്ങള് ഏതാണ് ഛേദങ്ങള്? 4, 2, 4 ആണ്. അപ്പൊ ഇതിന്റെ HCF കണ്ടുപിടിക്കണം. അപ്പൊ HCF എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ഇനി ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുക. ഭിന്നസംഖ്യകളുടെ LCM is equal to അംശങ്ങളുടെ LCM by ഛേദങ്ങളുടെ HCF ആണ് is equal to 15/2 ആണ്. നെക്സ്റ്റ് വൺ ഭിന്നസംഖ്യകളുടെ HCF. ഭിന്നസംഖ്യകളുടെ HCF is equal to അംശങ്ങളുടെ HCF by ഛേദങ്ങളുടെ LCM. ഫോർമുല പഠിക്കണം. പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ 4/3, 2/5, 4/5 ന്റെ HCF. അപ്പൊ എന്താണ് ഫോർമുല? ഭിന്നസംഖ്യകളുടെ HCF is equal to അംശങ്ങളുടെ HCF by ഛേദങ്ങളുടെ LCM. അപ്പൊ ഇതിൽ ആദ്യം തന്നെ അംശങ്ങളുടെ HCF കണ്ടുപിടിക്കണം. അംശങ്ങൾ ഏതൊക്കെയാ? 4, 2, 4 ആണ്. അപ്പൊ അതിന്റെ HCF 2 കിട്ടി. ഇനി ഛേദങ്ങളുടെ LCM. ഛേദങ്ങൾ ഏതൊക്കെയാ? 3, 5, 5 ആണ്. അപ്പൊ അതിന്റെ LCM is equal to 15 എന്ന് കിട്ടി. അപ്പൊ ഭിന്നസംഖ്യകളുടെ HCF is equal to 2/15. ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുക. നെക്സ്റ്റ് വൺ LCM into HCF is equal to രണ്ട് സംഖ്യകളുടെ ഗുണനഫലം or LCM into HCF is equal to A into B ആണ്. ഫോർമുല പഠിക്കണം. ഇതില് പ്രോബ്ലംസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ രണ്ട് സംഖ്യകളുടെ LCM 36, അവയുടെ ഗുണനഫലം 216 എങ്കിൽ സംഖ്യകളുടെ HCF. അപ്പൊ ഇതില് എന്താണ് ഫോർമുല? LCM into HCF is equal to A into B ആണ്. അപ്പൊ ഇതില് LCM തന്നിട്ടുണ്ട്, പിന്നെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുക. അപ്പൊ 36 into HCF അറിയില്ല is equal to രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? 216 ആണ്. അതിൽ നിന്ന് HCF കണ്ടുപിടിക്കുക. ആൻസർ is 6 ആണ്. ഇനി സെക്കൻഡ് വൺ രണ്ട് സംഖ്യകളുടെ LCM 72, അവയുടെ HCF 6. സംഖ്യകളിൽ ഒന്ന് 18, രണ്ടാമത്തെ സംഖ്യ ഏത്? അതായത് LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്, അതുപോലെ A തന്നിട്ടുണ്ട്. അപ്പൊ B ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ഫോർമുലയിൽ കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ B is equal to 24 ആണ്. നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. 8th വൺ ചുവടെ രണ്ട് സൂത്രവാക്യങ്ങൾ നൽകിയിട്ടുണ്ട്. സൂത്രവാക്യം 1 ഭിന്നസംഖ്യകളുടെ HCF is equal to അംശങ്ങളുടെ HCF by ഛേദങ്ങളുടെ LCM. സൂത്രവാക്യം 2 ഭിന്നസംഖ്യകളുടെ LCM is equal to അംശങ്ങളുടെ LCM by ഛേദങ്ങളുടെ HCF. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ സൂത്രവാക്യം 1 ശരിയും 2 തെറ്റുമാണ്. ഓപ്ഷൻ ബി സൂത്രവാക്യം 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി സൂത്രവാക്യം 1 തെറ്റും 2 ശരിയുമാണ്. ഓപ്ഷൻ ഡി സൂത്രവാക്യം 1ഉം 2 തെറ്റാണ്. ഇതിലെ ആൻസർ നമ്മൾ ഓൾറെഡി ഫോർമുല പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോ ആൻസർ ഈസ് ബി ആണ്. സൂത്രവാക്യം 1ഉം 2ഉം ശരിയാണ്. താങ്ക് യു.